പല്ല് തേക്കാൻ പോകുന്നു. അങ്ങനെ പല്ല് തേച്ച് വന്നപ്പോൾ ഉമ്മ നല്ല ചായ എടുത്തിട്ടുണ്ടായിരുന്നു. ചൂടോടെ അങ്ങോട്ട് കഴിച്ച് എന്നിട്ടുള്ള ലുക്കാണ് ഈ കാണുന്നത് നിങ്ങൾ. എന്നിട്ട് അടുത്ത പരിപാടി തന്നെ നമ്മളെ പോത്തുകളെ കൊണ്ടു കെട്ടലാണ്. ഇവിടെ കുന്നിൻ്റെ മേലയിൽ 2 ഉണ്ട്, പിന്നെ താഴത്ത് 3 മൊത്തം 5 പോത്തുകളുണ്ട്. അപ്പോൾ മരം കൊണ്ട് കെട്ടി തിരിച്ചു തന്നെ വഴിയാണ്. കാരണം വാപ്പയുണ്ടായിരുന്നു വേഗം കെട്ടാൻ വേണ്ടി. 5 ഉണ്ടല്ലോ, അപ്പോൾ വേഗം കെട്ടി. മഴയല്ല ഇപ്പോൾ വരണേ. ഇത് മറ്റേ 3 പോത്തുകൾ ഈ കാണുന്നത്. പോത്തുകൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. അതിൽ ഫോൺ നമ്പർ കൊടുക്കുക. ഉണ്ടല്ലേ നല്ല ഇനം പോത്തുകളിന് 100-120 കിലോ സാധനമുള്ളതാണ് പോത്തുകൾ. അപ്പോൾ അവന്മാരെ കെട്ടാൻ വേണ്ടി താഴത്തേക്ക് വന്നേക്കാണ്. പിന്നെ പോയി അവരെ 3 നേരം കെട്ടി തിരിച്ചു തന്നെ വഴിയാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ പെങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ വ്യൂസ് അവൾ കാണിച്ചു തരാണ്. അപ്പോൾ അവൾ യൂട്യൂബ് ചാനൽ കാണാതിരിക്കാൻ വേണ്ടി അവൾ പൊത്തിപ്പിടിച്ചേക്കാണ്. പിന്നെ ഉമ്മ ചായ കുടിക്കാൻ വിളിക്കാണ്ട് വാപ്പുമ്മയോടൊപ്പം ചായ കുടിക്കാണ്. വാപ്പുമ്മ അധികം കഴിക്കാറില്ല, എന്നാലും കൂടെ ഞാൻ ഇരുന്ന് കഴിച്ചങ്ങട്. അപ്പോൾ നമ്മളെ കാർത്തിയുടെ സിനിമ കൈദി, അപ്പം അതും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. മാസം അമ്മ വെച്ചപ്പോൾ തന്നെ സിനിമ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് വേറെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേറെ പണിയില്ലാത്തതല്ല. നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാനൊന്നും പറ്റാണ്ട് നമ്മൾ കുടുംബത്തിൽ തന്നെ ഇരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല കാല് വേദനയുണ്ട്, വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണ്. പോത്ത് ചവിട്ടിയിട്ട് കാലാകെ വേദന എടുത്തിരിക്കുന്നു, പൊട്ടി ഇരിക്കുന്നു. അതൊക്കെ കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞപ്പോൾ അല്ലേ എങ്ങനാ ആ പോയി വന്നപ്പോൾ ചിക്കൻ പൊരിക്കണം. ഉച്ചക്ക് ചിക്കനും നെയ്ച്ചോറും, അതായത് കറി വെക്കാൻ വേണ്ടി ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കണം. നമ്മപ്പോൾ അതിന് ചെയ്തിന് ഒരെണ്ണം എടുത്ത് തുടങ്ങി, ഒരെണ്ണം എടുത്തുള്ളൂ. അപ്പോൾ ചിക്കൻ പൊരിച്ച് ഏകദേശം ആവാറായി. അപ്പോൾ വാപ്പുമ്മ ഒരു പാട്ട് പാടി. വാപ്പുമ്മ പറഞ്ഞ് ഇപ്പം എനിക്കൊരു ഉഷാറില്ല, നമുക്ക് ചോറിന് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ചോറിനുള്ള അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകിയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. വേവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചേക്കാണ്. ഇനി ചോറും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ പള്ളിയിൽ പോയി ചെന്നിട്ടാണ് ഫുഡ് കഴിക്കൽ. അപ്പോൾ പള്ളിക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. പള്ളിക്ക് പോയി വന്ന് അപ്പോൾ ചോറുമായിട്ടുണ്ട്, കറി കഴിച്ചിട്ടുണ്ട്. അമ്മ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഞാനേ പോത്തിന് അയച്ചിട്ട് വരാം. അപ്പമ്മ ഓക്കെ, ഞാൻ പോയി അയച്ചിട്ട് വരാം. ഓക്കെ, 2 പേരെയും കൊണ്ടൊന്ന് കെട്ടിയിട്ടുണ്ട്. പിന്നെ മൂന്നാൾ അയക്കാൻ പോകുന്നുണ്ട്. പോത്തിന് ആവശ്യമുള്ളവർ അടി കാണുന്ന നമ്പറിൽ വിളിക്കുക. അത് എൻ്റെ പോത്തുകൾ തന്നെയാണ്. 2, 3, 5. അപ്പോൾ വാപ്പാടെ നമ്പർ അടിയിൽ കൊടുക്കുക. പോത്തുകൾ അയ്യമ്മ വെളുത്ത് ഇരുട്ടണ്, മഴക്കാറ്. പോത്ത് വെക്കലുണ്ട് 2 കണ്ടില്ലേ? ഒരെണ്ണം വാപ്പ ഫണ്ടി കൊണ്ടുവന്നു. 2 എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ തച്ചമോൻ
ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരു തെറ്റുണ്ടായാലും കളിയാക്കരുത്, കുറ്റം പറയരുത്. പാട്ട് പഠിക്കോ? നീ പാട്ട് പഠിക്കോ? വളർന്ന് വായ തിരുവത്തന്നിൽ വിധികതിരാനുള്ള അതരപൊട പോടുത്തൻ ചീറ്റേ അങ്ങനെ നമ്മ കപ്പലണ്ടി തേച്ച് കട്ടൻ്റെ ഒപ്പം കപ്പലണ്ടി തേച്ച് നിന്നുകൊണ്ടിരിക്കുന്നു. മാമ ചൂണ്ടക്ക് പോയപ്പോൾ മലിനീനെ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ട് തന്നെ കിട്ടിയത്. അപ്പോൾ അതിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണിക്കേണ്ട വീഡിയോയിൽ. അപ്പോൾ അതിനു വേണ്ടി തയ്യാറെടുപ്പിലാണ്. സംഭവം ഇച്ചിരി വലുതായിരുന്നു, വലിയ മലിനീനായിരുന്നു. അതിൻ്റെ ലീശ അതിൻ്റെ പെണ്ണുപ്പങ്ങൾക്ക് മൈലാഞ്ചി വാങ്ങാൻ വേണ്ടി പോവുകയാണ്. രാത്രി ഇറങ്ങേണ്ടി വന്നു. കണ്ടില്ല, ഇരുട്ടായി തുടങ്ങി. ഫോണിൻ്റെ ലൈറ്റ് കൊണ്ടാണ്. ഫുഡ് കഴിക്കണ ടൈമായി, എന്നിട്ടും പോയി. അങ്ങനെ അമ്മ വന്നിട്ട് നേരിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ്.